നമസ്കാരം, രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് എവർക്കും സ്വാഗതം. നമ്മളിവിടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് VO പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തീവ്ര പരിശീലന ക്ലാസ്സാണ്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, ചൂസ് എ സ്യൂട്ടബിൾ ഇൻ്റർപ്രിട്ടേഷൻ ഫോർ ദ ഇഡിയം ടു ബ്ലേസ് എ ട്രയൽ. ടു ബ്ലേസ് എ ട്രയൽ എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ കറക്റ്റ് ഒരു ഡെഫിനേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വ്യാഖ്യാനം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ടു ബ്ലേസ് എ ട്രയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സെറ്റ് ഫയർ എന്നാണോ, അതോ ടു ബ്ലോ വൺസ് ട്രംപറ്റ് എന്നാണോ, അതോ ടു ബി അനോയിങ് എന്നാണോ, അതോ ടു ഇനിഷ്യേറ്റ് വർക്ക് എന്നാണോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടു ഇനിഷ്യേറ്റ് വർക്ക് എന്നാണ് ടു ബ്ലേസ് എ ട്രയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നതായിരിക്കും ഡി എന്ന് പറയുന്ന ഓപ്ഷനായിരിക്കും. ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഷീ വെയിറ്റഡ് വിത്ത് ഡാഷ് ബ്രെഡ് ഫോർ ന്യൂസ് ഓഫ് ഹർ സക്സസ്. അത് ബേറ്റഡ് ആണോ, ബാറ്റഡ് ആണോ, ബെയ്റ്റഡ് ആണോ, ബാറ്റിൽഡ് എന്നാണോ? എന്താണ് എ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അർത്ഥം? അത് ബേറ്റഡ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആകാംക്ഷയോടെ അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയിട്ട് എന്നൊക്കെ അർത്ഥമാണ് ബാറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാറ്റൺ എന്ന് പറയുമ്പോൾ എന്താണ്? വടി എന്നാണ്, അത് ചെറിയ വടി, അതാണ് ബാറ്റൺ എന്ന് പറയുന്നത്. ഇനി ബെയ്റ്റഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പ്രകോപിക്കപ്പെട്ട, അല്ലെ, പ്രകോപനം ഉണ്ടായ. ഇനി ബാറ്റിൽഡ് നമുക്കറിയാം, യുദ്ധം ചെയ്ത അല്ലെങ്കിൽ പോരാടിയത് എന്നർത്ഥം. ഇവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അവളുടെ റിസൾട്ടിനെ കുറിച്ച്, അല്ലെങ്കിൽ അവളുടെ സക്സസിനെ കുറിച്ചുള്ള, വിജയത്തെക്കുറിച്ചുള്ള ആ വാർത്തയ്ക്ക് വേണ്ടി അവൾ എന്ത് ചെയ്തു? ആകാംക്ഷയോടെ ഇരുന്നു എന്നർത്ഥത്തില്ല. അങ്ങനെയാകുമ്പോൾ ഇവിടെ ആൻസർ ഏതായിരിക്കും? എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പം ഷീ വെയിറ്റഡ് വിത്ത് ബേറ്റഡ് ബ്രെഡ് ഫോർ ന്യൂസ് ഓഫ് ഹർ സക്സസ് എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആണ് എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ചർച്ച ചെയ്ത പോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതായത് റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, ഫൈൻഡ് ദ അപ്രോപ്രിയേറ്റ് റിപ്പോർട്ടർ സ്പീച്ച് ഫോർ ദ ഫോളോയിങ്. കീപ് ക്വയറ്റ് സെഡ് ദ മദർ ടു ദ ചൈൽഡ്. അമ്മ കുട്ടിയോട് പറഞ്ഞു ശാന്തമായിരിക്കും, അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കാതിരിക്കും, കീപ് ക്വയറ്റ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പറയാം? ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടൊരു ദ മദർ എന്നാണ് കേട്ടോ, ടീച്ചറല്ല, മദർ. അത് ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. അപ്പം നമ്മളത് ടീച്ചർന്ന് മാറ്റി മദർന്ന് വായിക്കുക. അപ്പം അങ്ങനെ വരും, ദ മദർ ആസ്ക് ദ ചൈൽഡ് ഡാഷ്. ഇനി ബാക്കി എഴുതാനാണ്. അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ തന്നിരിക്കുന്ന തന്നിരിക്കുന്ന റിപ്പോർട്ടർ സ്പീച്ച് ഏത് സെൻറ്റൻസ് ആണെന്ന് നോക്കണം. തന്നിരിക്കുന്നത് ഏതാണ്? ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇംപറേറ്റീവ് സെൻറ്റൻസ് രണ്ട് തരം ഉണ്ട്. അതൊക്കെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇവിടെ പോസിറ്റീവ് ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോസിറ്റീവ് ഇംപറേറ്റീവ് സെൻറ്റൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പോസിറ്റീവ് ഇംപറേറ്റീവ് സെൻറ്റൻസിലെ വെർബ്, ഇവിടെ കീപ്പ് എന്ന് പറയുന്ന വെർബ്, ആ വെർബിൻ്റെ നമുക്ക് ടു ഇൻഫിനിറ്റീവ് ആക്കണം. അതായത് ആ വെർബിൻ്റെ തൊട്ട് മുമ്പിൽ നമ്മൾ ടു എന്ന് എഴുതി നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അപ്പം അങ്ങനെ വരും അന്നേരം ദ ടീച്ചർ ആസ്ക് ദ ചൈൽഡ്, പിന്നെ ടു എഴുതിയാൽ മതി, ടു കീപ് ക്വയറ്റ്. അപ്പം അങ്ങനെ ടു കീപ് ക്വയറ്റ് എന്ന് വന്നിരിക്കുന്ന ഏതാണ്? ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? ബി ആയിരിക്കും. അപ്പോൾ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഇത് വൺ വേർഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണ്? ഗീവ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. അതായത് ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം? എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്? എത്തിയസ്റ്റ് ആണ്. എന്താണ്? എത്തിയസ്റ്റ്, ATHEIST, എത്തിയസ്റ്റ്. അത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരി. ഇനി എന്താണ്? ആൾട്രൂയിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരോപകാരി എന്നർത്ഥം, അല്ലേ? ആൾട്രൂയിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? പരോപകാരി. ഇനി എന്താണ്? തെയിസ്റ്റ്, ദൈവവിശ്വാസമുള്ളവൻ, ദൈവവിശ്വാസി. എന്താണ്? അമേച്വർ, അതായത് പൈസയ്ക്ക് വേണ്ടി അല്ലാതെ വിനോദത്തിന് വേണ്ടി മാത്രം കലാപ്രകടനങ്ങളോ അല്ലെങ്കിൽ എന്ത് പ്രവൃത്തിയും എന്ത് ജോലിയും ചെയ്യുന്ന ആ പ്രവൃത്തി അതിനെയാണ് നമ്മൾ അമേച്വർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിരിക്കും ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഒബ്വിയസ് ഫ്രം ദ ലീഡേഴ്സ് മംബ്ലിംഗ് ദാറ്റ് ഹി ഡസ് നോട്ട് ഹാവ് എ ഫ്ലെയർ ഡാഷ് പബ്ലിക് സ്പീക്കിംഗ്. അപ്പോൾ ഇത് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അത് ഫ്ലെയർ
നമുക്കറിയാം എന്താണ് ഇൻസ്റ്റിങ്ക്റ്റ്, ഇൻബോൺ ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെയാണെങ്കിൽ വാസന എന്നൊക്കെയാണ് ഫ്ലെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് വരേണ്ട പ്രപ്പോസിഷൻ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഇൻ എന്നുണ്ട്, ടു എന്നുണ്ട്, ഫോർ എന്നുണ്ട്, ബൈ എന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫ്ലെയർ ഫോർ എന്നാണ് എപ്പോഴും നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഫ്ലെയർ ഫോർ പബ്ലിക് സ്പീക്കിംഗ്. അപ്പോൾ ഇവിടെ ഫോർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ ആൻസറായി വരേണ്ടത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? സി ആണ്. അത് ഫോർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്തത് സ്പോട്ട് ദ എററുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നോക്കാം. ഈച്ച് ഓഫ് ദ ബോയ്സ് വെയർ ഗിവൺ എ പെൻ. അത് നോ എറർ എന്നും ഉണ്ട്. ഇവിടെ ഈച്ച് ഓഫ് ദ ബോയ്സ് വെയർ ഗിവൺ എ പെൻ എന്നുള്ളതാണ് ഇവിടുത്തെ സെൻറ്റൻസ്. അതിലേതാണ് തെറ്റായിട്ടുള്ള ഭാഗം? അവിടെ ഈച്ച് ഓഫ് ദ എന്ന് പറയുന്ന ഭാഗത്ത് എ എന്ന് കൊടുത്തിട്ടുണ്ട്, ബോയ്സ് വെയർ എന്നുള്ളിടത്ത് ബി എന്ന് കൊടുത്തിട്ടുണ്ട്, ഗിവൺ എ പെൻ എന്നുള്ളത് സി എന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ തെറ്റില്ല എങ്കിൽ ഡി എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സെൻസ് തുടങ്ങിയിരിക്കുന്നത് ഈച്ചിലാണല്ലോ. അപ്പോൾ ഈച്ച് എന്ന് പറയുന്ന അല്ലെങ്കിൽ എവരി വൺ, എവരിബഡി, ഈച്ച് മാൻ ആൻഡ് ഈച്ച് വുമൺ, അല്ലെങ്കിൽ ഈച്ച് എവരി ബോയ് ആൻഡ് എവരി ഗേൾ, അങ്ങനെയൊക്കെ ആ തരത്തിലൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ അതിനെ എന്തായിട്ടേ തുടങ്ങാവൂ? സിംഗുലറായിട്ടേ നമ്മൾ കണക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈച്ച് ഓഫ് ദ ബോയ്സ് കഴിഞ്ഞിട്ട് പിന്നെ വന്നിരിക്കുന്നത് വെയർ എന്നുള്ളതാണ്. അവിടെ ആക്ച്വലി വാസാണ് വരേണ്ടത്. അപ്പോൾ ഇവിടുത്തെ തെറ്റേതാണ്? ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ബി ആണ് ഇവിടുത്തെ തെറ്റ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസറായി വരിക ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. ഇനി അടുത്തത് കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്ന് ചോദിച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. അക്കോമഡേഷൻ എന്ന് പറയുന്ന വാക്കുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ചോദ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അക്കോമഡേഷൻ്റെ ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് ഏതാണ്? എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് എയും പിന്നെ 2 സി പിന്നെ ഒ പിന്നെ 2 എം പിന്നെ ഒ പിന്നെ DATIO. അപ്പോൾ അങ്ങനെയാണ് അക്കോമഡേഷൻ്റെ ശരിയായിട്ടുള്ള സ്പെല്ലിംഗ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡിഡ് ദ ബ്ലാസ്റ്റ് ടെറിഫൈ ദ ചിൽഡ്രൻ? എന്നിട്ട് താഴെ കുറേ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ നമുക്ക് മനസ്സിലായിക്കോണം ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് തരം സെൻറ്റൻസ് ആണ്. നോക്കുക, ക്വസ്റ്റ്യൻ മാർക്കിലാണല്ലോ അവസാനിച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അത് ചോദ്യവാക്യമായിരിക്കും. ഈ ചോദ്യവാക്യം 2 തരമുണ്ട്. ഏതൊക്കെയാണ്? ചോദ്യവാക്കിൽ തുടങ്ങുന്നതും സഹായക്രിയയിൽ തുടങ്ങുന്നതും. ഇവിടെ നോക്കുമ്പോൾ ഡിഡിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഡിഡ് എന്ന് പറയുന്നത് എന്താണ്? സഹായക ക്രിയയാണ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഏത് വോയിസ് ആണ് എന്നുള്ളതാണ് അല്ലേ. അത് എങ്ങനെയുള്ള എളുപ്പമാർഗമുണ്ട്. എന്താണ്? നമുക്ക് നോക്കാം. ഈ ഡിഡ് എന്ന് പറയുന്ന സഹായക്രിയ അല്ലെങ്കിൽ ഡു ഡസ് അല്ലേ, ഡു ഡസ് ഡിഡ്, ഈ സഹായക്രിയകൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് എപ്പോഴും ഏത് വോയിസിൽ വരുന്ന സഹായക്രിയകളാണ്? ആക്റ്റീവ് വോയിസിൽ വരുന്ന സഹായക്രിയകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ഈ തന്നിരിക്കുന്നത് ആക്റ്റീവ് വോയിസ് ആണെന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണം. അങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോഴും ആ സെൻറ്റൻസ് എപ്പോഴും സഹായക്രിയയിൽ തന്നെ തുടങ്ങണം. കാരണം സഹായക്രിയയിൽ തുടങ്ങിയ ഒരു ചോദ്യമാണ്. അപ്പോൾ അത് വോയിസ് മാറിയാലും ആ വോയിസ് തുടങ്ങുമ്പോൾ ആ പാസീവ് വോയിസിലേക്ക് മാറുമ്പോഴും അത് സഹായക്രിയയിൽ തുടങ്ങുന്ന ചോദ്യമായിരിക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കിയ ഡിഡിലൂടെ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. അത് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി പാസീവ് വോയിസ് എന്ന് വെച്ചാൽ എന്താണ്? അവിടെ വരേണ്ട സഹായക്രിയകൾ എന്തിൻ്റെ രൂപങ്ങളായിരിക്കണം? ബിയുടെ രൂപങ്ങളായിരിക്കണം. അത് ബി ഫോംസ് ആയിരിക്കണം പാസീവ് വോയിസിൽ വരേണ്ട സഹായക്രിയകൾ. അപ്പോൾ ഡിഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഡൂവിൻ്റെ സിമ്പിൾ പാസ്റ്റ് ആണ് ഡിഡ്. അപ്പോൾ ഇവിടെ വരേണ്ടത് ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോമാണ് സഹായക്രിയയായി വരേണ്ടത്. ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം ഏതൊക്കെയാണ്? വാസ് അല്ലെങ്കിൽ വേർ. അപ്പോൾ വാസിലോ വേറിലോ തുടങ്ങിയിരിക്കുന്ന അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. ഏതാ? എയും ബിയും വാസിൽ തുടങ്ങിയിട്ടുണ്ട്, സിയും ഡിയും വേറിൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി വാസാണോ വേറാണോ എഴുതേണ്ടത് എന്തിനെ ആശ്രയിച്ചതാണ്? ഒബ്ജക്റ്റിനെ ആശ്രയിച്ചാണ്. ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ദ ചിൽഡ്രൻ എന്നുള്ളതാണ്. ദ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അത് പ്ലൂറലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ എന്തേ വരാവൂ? വേറെ വരാവൂ. അപ്പോൾ വേർ വന്നിരിക്കുന്ന ഭാഗം നമുക്കൊന്ന് നോക്കുക. വേർ വന്നിരിക്കുന്ന ഭാഗം സിയും ഡിയുമാണ്. അപ്പോൾ സിയോ ഡിയോ ആയിരിക്കും ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ സഹായക്രിയ എഴുതുന്നു, പിന്നെ ഒബ്ജക്റ്റ് എഴുതുന്നു, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബി ഫോംസിൻ്റെ കൂടെ V3 ഫോം ആയിരിക്കണം വരേണ്ടത് പാസീവ് വോയിസിൽ. പാസീവ് വോയിസിൻ്റെ വെർബ് ഫോം എങ്ങനെ ആയിരിക്കണം? ബി ഫോംസ് പ്ലസ് V3. അപ്പോൾ ഇനി വന്നിരിക്കുന്ന വെർബിൻ്റെ മൂന്നാമത്തെ ഫോം വന്നിട്ടുള്ളത് എവിടെയാണെന്ന് നോക്കുക. ഇവിടെ വേറെ തുടങ്ങിയിരിക്കുന്നത് സിയും ഡിയുമാണ്. അപ്പോൾ അതിലേതെങ്കിലും ആയിരിക്കും ആൻസറായി വരാൻ ചാൻസ്. ഇനി അവിടെ വെർബിൻ്റെ മൂന്നാമത്തെ രൂപത്തിൽ തന്നിരിക്കുന്നത് ഏതാണെന്ന് നോക്കുക. അതായത് ടെറിഫൈ എന്ന് പറയുന്ന വെർബിൻ്റെ മൂന്നാമത്തെ ഫോം അതെന്തായിരിക്കും? ടെറിഫൈഡ്. അപ്പോൾ ടെറിഫൈഡ് എന്ന് വന്നിരിക്കുന്ന ഫോം ഏതാണ്? ഡിയിലാണ്. സിയിൽ ടെറിഫൈയിങ് എന്നാണ് വന്നിരിക്കുന്നത്. ING ഫോമാണ്. നമുക്ക് വേണ്ടത് V3 ഫോമാണ്.
അങ്ങനെ ആകുമ്പോൾ ഡി എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ശരിയായിട്ടുള്ള ആൻസർ. കാരണം എന്താ, വേറുണ്ട്, പിന്നെ ദ ചിൽഡ്രൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വന്നു, പിന്നെ ടെറിഫൈയുടെ V3 ഫോം വന്നു, അങ്ങനെ ടെറിഫൈഡ്, പിന്നെ ബൈ പ്ലസ് സബ്ജക്റ്റ്, അപ്പോൾ ബൈ ദ ബ്ലാസ്റ്റ്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി 9ാമത്തെ ചോദ്യം നോക്കുക. അന്റോണിം ഓഫ് ഡെസ്പെയർ. ഡെസ്പെയർ എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെസ്പെയർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. എന്താണ്? ദുഃഖം, നിരാശ എന്നൊക്കെയാണ് ഡെസ്പെയർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ്, അപ്പോൾ ഓപ്പോസിറ്റ് നിന്ന് എങ്ങനെ ആയിരിക്കും? സന്തോഷം അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്നത്, അങ്ങനെയൊക്കെയുള്ളതാണ് നമുക്കെൻ്റെ ഓപ്പോസിറ്റായിട്ട് കണക്കാക്കാൻ പറ്റുക. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഇൻസ്പയർ എന്ന് തന്നിട്ടുണ്ട്, പിന്നെ ഡെസ്പറേറ്റ് എന്ന് തന്നിട്ടുണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ ഹോപ്പ് എന്ന് തന്നിട്ടുണ്ട്, പിന്നെ അവസാനത്തെ ഹറി. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഇൻസ്പയർ എന്ന് വെച്ചാൽ പ്രചോദിപ്പിക്കുക എന്നർത്ഥം അല്ലേ. ഇനി ഡെസ്പറേറ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അത് നിരാശ എന്നാണ് അർത്ഥം. എന്നാൽ ഹോപ്പോ പ്രതീക്ഷ. ദെൻ അവസാനത്തെ നമ്മുടെ ഈ വാക്ക് ഏതാ? ഹറി. ഹറി എന്ന് വെച്ചാൽ എന്താണ്? പെട്ടെന്നർത്ഥം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡെസ്പെയർ എന്ന് വെച്ചാൽ നിരാശ, ആശ നശിച്ചത്. അപ്പോൾ അതിൽ ഓപ്പോസിറ്റ് എന്തായിട്ട് വരത്തുള്ളൂ? പ്രതീക്ഷയുള്ളത്. അപ്പോൾ അവിടെ ഏതായിരിക്കും? ഹോപ്പ് ആയിരിക്കും. അപ്പോൾ ഡെസ്പെയറിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരിക എന്തായിരിക്കും? ഹോപ്പ്. അപ്പം സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം എന്താണ്? 10ാമത്തത്. ദെയർ ഡാഷ് എ പെൻസിൽ ആൻഡ് ബുക്സ് ഓൺ ദ ടേബിൾ. ഇവിടെ ആറുന്നുണ്ട്, ഈസ് എന്നുണ്ട്, ഹാസ് എന്നുണ്ട്, ഹാവ് എന്നുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ടേബിളിൻ്റെ പുറത്ത് ഒരു പെൻസിലും ബുക്സും ഇരിപ്പുണ്ടെന്നാണ്. അത് എന്തിനെ തുടങ്ങിയിരിക്കുന്നത്? ദെയറിൽ തുടങ്ങിയിരിക്കുന്നു. ദെയർ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതുകൊണ്ട് ആ ദെയറിനെ നമുക്ക് ഇൻട്രൊഡക്ടറി ദെയർ എന്ന് പറയാം. ആ ഇൻട്രൊഡക്ടറി ദെയറിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് വരേണ്ട സഹായക്രിയ എന്ന് പറയുന്നത് തൊട്ടടുത്ത് വരുന്ന സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കും, അല്ലെങ്കിൽ നൗണിനെ ആശ്രയിച്ചിരിക്കും. ഇവിടെ നമുക്ക് എ പെൻസിൽ ആൻഡ് ബുക്സ് എന്ന് ഒറ്റയടിക്ക് നമുക്കത് പ്ലൂറലായിട്ട് തോന്നും. പക്ഷേ നമ്മളവിടെ ആദ്യത്തെ, അതായത് ദെയർ കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ഇതിനെയായിരിക്കും നമ്മൾ പരിഗണിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈസ് ആണ് ആൻസറായി വരിക. ഇനി ഹാസ് എന്തുകൊണ്ട് വന്നില്ല? ഹാസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഹാസ് സിംഗുലറാണ്. ഹാസ് എന്തിന്? പക്ഷേ ഹാസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈസോ ഒരവസ്ഥയെ സൂചിപ്പിക്കുന്ന, ഇവിടെ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുകയാണ്. അതായത് ബുക്സും പെൻസിലും എവിടെ ഇരിപ്പുണ്ടെന്ന് പറയുക, ടേബിളിൻ്റെ പുറത്തിരിപ്പുണ്ട് എന്നുള്ളൊരു അവസ്ഥയെ സൂചിപ്പിക്കുന്നുകൊണ്ടാണ് നമ്മുടെ ഈസ് ആൻസറായി എഴുതാൻ കാരണം. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഈസ് ആണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കണൂടെ ഒന്ന് എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.